ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി അതിന് നമ്മൾ ദോശ പോലെ സാധനം ചുടുമല്ലോ, അപ്പോൾ അത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് ഇത് നമ്മൾ സാധാ പോലെ ചുടുന്ന ദോശ ചുടുന്ന അരിയല്ല, ഒരു വെള്ളപ്പൊക്കെ ചുടുന്ന അരിയാണ് ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നത്. കട്ടില്ലാതെ ചുടണം കേട്ടോ. പക്ഷെ ഞാൻ ചുട്ടത് കട്ടി ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തം 4 ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മുട്ട ഇങ്ങനെ കലക്കി വെച്ച് അതിൽ ഉപ്പ്, കുരുമുളക് പൊടി, ചപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മുക്കിയിട്ട് നമ്മൾ പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തേക്ക് വെക്കാം കേട്ടോ. ഫസ്റ്റ് ലെയർ ആയിക്കാണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ചേർക്കുകയാണ്. മിക്സ് ഇടുമ്പോൾ ഉള്ളി, പിന്നെ ചിക്കന്, കറിവേപ്പിൻ്റെ ഇല, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മസാലകളൊക്കെ ഇട്ടുകൊണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയൊരു ഇതാണ് കേട്ടോ. അത് ഒരു മസാല സംഭവം പോലെ ഒന്ന്. പിന്നെ അതിലേക്ക് നമ്മൾ ചീസ് ചെറിയ ചെറിയ പീസ് ഒന്നുകൊണ്ടാണ് കേട്ടോ അത്രയും ചെറിയ ചെറിയ പീസാക്കിയത്. എന്നിട്ട് അടുത്ത ലെയർ വയ്ക്കുകയാണ്. അത് സെയിം പോലെ തന്നെ മുട്ടയിൽ മുക്കിക്കാണ്ട് അടുത്ത ലെയർ ആയിക്കാണ്ട് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് പിന്നെയും അതിൻ്റെ മേലേക്ക് മസാല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീസ്, അങ്ങനെ ലെയർ ആയി കണ്ടിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ലാസ്റ്റത്തെ ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പം നമ്മൾ മേലെ ബാക്കിയുള്ള മുട്ട ഉണ്ടാവുമല്ലോ, ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ ഒഴിച്ചെടുക്കുക. അതിങ്ങനെ ഒരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളത് കുറച്ച് നേരം മുട്ടല്ലേ, അപ്പോൾ ഒന്ന് വേവൊക്കെ ചെയ്യണമല്ലോ, അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുക്കണം കേട്ടോ. ഫസ്റ്റ് ലെയർ അടിയത്ത് മാത്രമല്ല ആയിട്ടുണ്ടാവുള്ളൂ, മേലെ ഏതാണ്ട് ഇങ്ങനെ കിടക്കില്ല. അപ്പോൾ വേറൊരു പാത്രത്തിൽ കിട്ടുകയാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അടിഭാഗം അത്യാവശ്യത്തിനൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ മേലൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ, ഈത്തപ്പഴം, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഡിഷ് ഉണ്ടല്ലോ അത് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ എടുത്തതിന് ശേഷമാണ് അടുത്തതിലോട്ട് പോയത്. ചായ ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു. ബീഫ് കറി ഫസ്റ്റ് നമ്മൾ ചിക്കൻ കറി ആയിരുന്നല്ലോ, പക്ഷേ നമ്മൾ ബീഫ് കറി തേങ്ങാപ്പാൽ അങ്ങനെയല്ലേ ഒഴിച്ച് കണ്ടുള്ള ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പത്തിരി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ദിവസം തന്നെ കാക്കാൻ്റെ റൂമിൽ മേക്ക് ഓവറൊക്കെ ചെയ്യണ്ടായിരുന്നു, കാരണം കല്യാണമൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ആ റൂമിൻ്റെ മേലെ നമ്മൾ ഷീലിങ്ങിൻ്റെ ആ സ്ഥലത്ത് കുറേ പരിപാടികൾ ചെയ്യുമല്ലോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ അവിടെ കുറേ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ, കാരണം അവിടെ നമ്മൾ അൽമാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുതിയത്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വേറെ ഓഫീസ് റൂമിലോട്ട് മാറ്റി. പിന്നെ ഇത് ഫാൻ ഉണ്ടല്ലോ ദൂരെ വെച്ച്, നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈപ്പ് ലൈനിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. AC വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.